നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒഴൂർ അയ്യായയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് തീയിട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPI തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. വെട്ടം വേമണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. തിരൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേക്ക് ഫെസ്റ്റ് നടത്തി. CDS വൈസ് ചെയർപേഴ്സൺ ആമിനമോൾ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. വെട്ടം പഞ്ചായത്ത് വാർഡ് 7-ൽ സമതിന്റെ വിജയാഘോഷമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ വെട്ടം പഞ്ചായത്തിലെ കാനൂരിൽ ആദ്യമായി പച്ചക്കൊടി പാറിച്ചതിന്റെ ആഘോഷം ഗംഭീരമായി നടന്നു. വിശദമായ വാർത്തകൾ. ഒഴൂർ അയ്യായയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് തീയിട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. താനൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. ഒഴൂർ അയ്യായിലെ മുസ്ലിം ലീഗ് ഓഫീസിനാണ് തീയിട്ടത്. നമ്മളെ അയൽവാസിപ്പെട്ട മച്ചിങ്ങൾ മുഴുകിന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളെ ഓഫീസിനുള്ളിൽ തീ വെച്ചുന്നുണ്ട്, ഫോൺ കൊണ്ടുവരുന്നുണ്ട് തന്നെ എനിക്ക് വിളിച്ചു. ഞാൻ അപ്പം തന്നെ ഞങ്ങളെ വാർഡ് സെക്രട്ടറി റഫീഖിനെ വിളിച്ചു പറഞ്ഞു. അതുപോലെ നമ്മളെ പഞ്ചായത്ത് യൂത്ത് പ്രസിഡന്റ് ഇസ്മായിലിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവരൊക്കെ കൂടി വന്നപ്പോൾ പറഞ്ഞാൽ തീ വെച്ചാണ്. അവരൊന്നായിട്ട് ഡോറ് പൊമ്പിച്ചിട്ട് വെള്ളം കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ തീ അണച്ചത്. അത് ഫുള്ളായിട്ട് പറഞ്ഞ സെക്രട്ടറി വന്ന് തുറന്ന ആളാണ് അദ്ദേഹം. സംശയം ആരില്ല. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സംശയം വെക്കാം. രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മളിവിടെ UDF വിജയിച്ചു, ഇടതുപക്ഷം ജയിച്ചു, തോറ്റ സംഭവമാണ് ഉള്ളത്. സംശയം നമുക്ക് ഇടതുപക്ഷത്തിന് നമുക്ക് സംശയമുള്ളത്, അതിന് സംശയമൊന്നുമില്ല. ഓഫീസിന്റെ ഷട്ടർ നീക്കിയാണ് തീയിട്ടതായി പറയുന്നത്. ഫാൻ, സ്പീക്കർ, ഫർണിച്ചർ തുടങ്ങിയവ കത്തി നശിച്ചു. താനൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വെട്ടം ന്യൂസ്, താനൂർ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPI തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പ്രതിഷേധം CPI മണ്ഡലം കമ്മിറ്റി അംഗം KP ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI തിരൂർ ലോക്കൽ സെക്രട്ടറി രജീഷ് കാടായിൽ, അയൂബ് വേളക്കാടൻ, സുധീർ അന്നാര, ജംഷാദ്, മുനിസിപ്പൽ കൗൺസിലർ ശാന്ത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മണികണ്ഠൻ, വിനോജ് കാര്യാടൻ, റബിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. വെട്ടം വേമണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. രുക്മിണിയും താലപ്പൊലിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി. ഉള്ളാർവീട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിച്ചത്. താലപ്പൊലിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി.
വേമണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര സമാപനമായത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ വേണുഗോപാൽ, പുരുഷോത്തമൻ, വേലായുധൻ, ദാമോദരൻ, നാരായണൻ നമ്പീശൻ, സരോജിനി, കൗസല്യ, പത്മജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 14 മുതൽ 21 വരെയാണ് ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. 2025 ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഇന്ന് 5-ാം ദിവസം ഒരു ആഘോഷത്തിൻ്റെ ദിവസം കൂടിയാണ്. ഒരു സ്വയംവരം നടക്കുന്ന, രുക്മിണി സ്വയംവരം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു ഘോഷയാത്രയോടുകൂടി നമ്മളിപ്പോൾ വേമണ്ണ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉള്ളാർവീട് ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ രുക്മിണി വിവാഹ ഘോഷയാത്ര ആരംഭിക്കുകയും ആ ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു 25 മുതൽ 30 കൊല്ലത്തിൻ്റെ ഇടയിലായിട്ട് ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് ഇവിടെ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും ആ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ആൾക്കാരുടെ തിരക്ക് കൂടി വരികയും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രചാരം തന്നെ ഈ വേമണ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. വെട്ടം പഞ്ചായത്തിലെയും തലക്കാട് പഞ്ചായത്തിലെയും ഒരുപക്ഷെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പോലും ആളുകൾ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുകയും ഏകദേശം ഒരു 500 ആൾക്കാർ വരെ ഓരോ ദിവസവും എത്തിച്ചേരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. തിരൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേക്ക് ഫെസ്റ്റ് നടത്തി. CDS വൈസ് ചെയർപേഴ്സൺ ആമിനമോൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിൽ നിന്നുള്ള സംരംഭകരുടെ കേക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിന് വെച്ചു. ME കോർഡിനേറ്റർ ആയിഷക്കുട്ടിയുടെ നേതൃത്വത്തിൽ CDS വൈസ് ചെയർപേഴ്സൺ ആമിനമോൾ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ റംല മുസ്തഫ, ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീരേഖ, MEC സെൽഫിന, അക്കൗണ്ടന്റ് ശ്രീനി, NULM CO വിദ്യ, കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രവീണ, മറ്റു ഭരണസമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. തിരൂർ മുനിസിപ്പാലിറ്റിയുടെ CDSന്റെ കീഴിൽ ഇന്നിവിടെ കേക്ക് ഫെസ്റ്റ് നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ജില്ലാ മിഷൻ്റെ കീഴിൽ CDS തലത്തിൽ കേക്ക് ഫെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് തലത്തിൽ കേക്ക് ഫെസ്റ്റ് നടത്തും. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്തു. CDSന്റെ കീഴിൽ നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഒട്ടനവധി കേക്കുകൾ, പല വിധത്തിലുള്ള കേക്കുകൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പല മോഡലുകൾ കേക്കുകളാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിച്ചത്. തിരൂർ നഗരസഭ CDSന്റെ കീഴിൽ കുടുംബശ്രീയുടെ
കേക്ക് ഫെസ്റ്റുമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ 3 ദിവസമായി ഇവിടെ തിരൂർ ചന്ത നടത്തുകയായിരുന്നു. അപ്പോൾ 3ാമത്തെ ദിവസമാണ് നമ്മൾ കേക്ക് ഫെസ്റ്റും കൂടെ വെച്ച് നടത്തിയിട്ടുള്ളത്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ഭരണസമിതി അംഗങ്ങളും വാർഡിൽ നിന്ന് നല്ല പ്രോത്സാഹനത്തോടു കൂടിയാണ് 10-25 വീതം കേക്ക് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും കേക്ക് മുറി കഴിഞ്ഞു. എല്ലാവരും അതൊക്കെ തിന്നതിന് ശേഷം ആ സന്തോഷം കൂടി പങ്കിടുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ വെട്ട ന്യൂസ് തിരൂർ. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. വെട്ടം പഞ്ചായത്ത് വാർഡ് 7-ൽ സി സമ്മതിന്റെ വിജയാഘോഷമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വാർഡിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ തന്നെ സമാപിച്ചു. വാദ്യമേളങ്ങളും DJ സെറ്റും ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. നിയുക്ത വാർഡ് മെമ്പർ സി സമദ് വോട്ടർമാരോട് നന്ദി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഇസ്മായിൽ അച്ചമ്പാട്ടിനെയാണ് സി സമദ് പരാജയപ്പെടുത്തിയത്. UDF തരംഗത്തിൽ വെട്ടത്തെ ഇടതുകോട്ടകൾ പലതും തകർന്നെങ്കിലും ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ വിജയം പ്രവർത്തകർ ആഘോഷിക്കുകയായിരുന്നു. വാർഡ് കൺവീനർ PP ജാഫർ, മെമ്പർമാരായ V തങ്കമണി, ജനിത പരിയാപുരത്ത്, സമീർ ബാലിയിൽ, നജിമുദ്ദീൻ മൂത്തയിടത്ത്, സുജിത്ത്, വിനീഷ്, പ്രകാശൻ, വേണുഗോപാൽ പള്ളിയേരി, റഷീദ് എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് പറവണ്ണ. പഞ്ചായത്ത് രൂപീകരണം മുതൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ വെട്ടം പഞ്ചായത്തിലെ കാനൂരിൽ ആദ്യമായി പച്ചക്കൊടി പാറിച്ചതിന്റെ ആഘോഷം ഗംഭീരമായി നടന്നു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. വെട്ടം പഞ്ചായത്തിലെ ഇടതുകോട്ടയായ കാനൂരിൽ ചരിത്ര വിജയം നേടിയ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ. വാർഡ്, ബ്ലോക്ക്, ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ വിജയം ഒരുമിച്ചാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ ആരതി പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് നിയുക്ത മെമ്പർ റഷീദ് അവറാങ്കി, കാനൂരിന്റെ നിയുക്ത മെമ്പർ ഖദീജ ബഷീർ, തിരൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഷഫീഖ് കുന്നത്ത്, സയ്യിദ് മുഹമ്മദ്, മൻസൂർ, KO മൊയ്തു, സഫീർ അലി, KO മഹർഫാസ്, ഷിയാബ് കണിയറ, നിഹാൽ ബദ്രു, അനസ് മാനാത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.